യുക്രൈൻ യുദ്ധത്തിലേക്ക് ചൈനയെ വലിച്ചിഴച്ച റഷ്യൻ നടപടിയെ രൂക്ഷമായി വിമർശിച്ച് പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി. പുടിൻ ചെയ്ത രണ്ടാമത്തെ വലിയ തെറ്റ് എന്നാണ് ഇതിനെ സെലൻസ്കി വിശേഷിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം യുദ്ധമുഖത്തെ ചൈനീസ് സാന്നിധ്യത്തെക്കുറിച്ച് സെലൻസ്കി ആരോപണമുന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വിഷയത്തിൽ പുടിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന പ്രസ്താവന. ഇത് റഷ്യയുടെ രണ്ടാമത്തെ തെറ്റാണ്. ആദ്യത്തേത് ഉത്തര കൊറിയയായിരുന്നു. റഷ്യ മറ്റ് രാജ്യങ്ങളെ യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നു. അവർ ഇപ്പോൾ ചൈനയെ ഈ യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കുകയാണ് എന്ന് താൻ വിശ്വസിക്കുന്നെന്നും കീവിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സെലൻസ്കി മാധ്യമങ്ങളോട് പറഞ്ഞു. മോസ്കോ സൈന്യം ഡസൻ കണക്കിന് ചൈനീസ് പൗരന്മാരെ യുദ്ധത്തിനായി റിക്രൂട്ട് ചെയ്യുന്നുണ്ടെന്നതിന് തെളിവുണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് സെലൻസ്കി കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നത്. കിഴക്കൻ ഡൊണറ്റിക്സ് മേഖലയിൽ പോരാടുന്ന 2 ചൈനീസ് പൗരന്മാരെ യുക്രൈൻ സൈന്യം പിടികൂടിയതായി കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. യുദ്ധമുഖത്ത് വിന്യസിച്ചിരിക്കുന്ന 150-ലധികം ചൈനീസ് പൗരന്മാരുടെ വിവരങ്ങൾ തങ്ങളുടെ കൈവശമുണ്ട് എന്നാണ് സെലൻസ്കി അവകാശപ്പെടുന്നത്. ചൈനീസ് പ്രശ്നം ഗുരുതരമാണ്. യുക്രൈൻ്റെ പ്രദേശത്ത് യുക്രൈനിയക്കാർക്കെതിരെ പോരാടുന്ന 155 പേരുടെ പേരും പാസ്പോർട്ട് വിശദാംശങ്ങളും കൈവശമുണ്ട് എന്നും അദ്ദേഹം വെളിപ്പെടുത്തി. അതേസമയം റഷ്യയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ തങ്ങളുടെ പൗരന്മാരെ വൻതോതിൽ റിക്രൂട്ട് ചെയ്തിട്ടുണ്ടെന്ന സെലൻസ്കിയുടെ വാദം ചൈന പാടെ തള്ളിക്കളഞ്ഞു. ഇതിനു പുറമെ സായുധ സംഘടനകളിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കണമെന്നും ചൈനീസ് പൗരന്മാർക്ക് അവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. സമാനമായി ഉത്തര കൊറിയൻ സൈനികരുടെ സേവനവും റഷ്യ തേടിയതായി മുൻപ് യുക്രൈൻ ആരോപണം ഉന്നയിച്ചിരുന്നു. കീവ് പറയുന്നതനുസരിച്ച് കഴിഞ്ഞ വർഷം പടിഞ്ഞാറൻ കുർസ്ക് മേഖലയിൽ യുക്രൈൻ അതിർത്തി കടന്നുള്ള ആക്രമണം നടത്തുവാനായി റഷ്യയുടെ സൈന്യത്തെ പിന്തുണയ്ക്കാൻ ഉത്തര കൊറിയ 10,000-ലധികം സൈനികരെ അയക്കുകയും ചെയ്തിരുന്നു.